ദക്ഷ പ്രജാപതി എന്ത് ചെയ്തു? ദക്ഷ പ്രജാപതി തന്റെ മകൾ എന്ന പോസസീവ്നെസ്സിലേക്ക് എത്തി. അത് ഭഗവതിയാണ്, ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ നാഥയാണ് എന്നുള്ള ചിന്തയിൽ നിന്ന് എന്റെ മകൾ, എന്റേത് എന്ന ചിന്തയിലേക്ക് വന്നു. നമ്മളിൽ പലരും എന്റെ കൃഷ്ണ എന്ന് പറയണമല്ലോ. അങ്ങനെ വന്നു. അങ്ങനെ വന്നതിൽ നിന്നാണ് എന്റെ മകൾ ഞാൻ പറയുന്ന ആളെ കല്യാണം കഴിക്കണം എന്നൊക്കെയുള്ള ചിന്തകൾ വരികയും സതി മഹാദേവനിൽ ചേർന്നപ്പോൾ അതിലൊരു ദേഷ്യം വരികയും യാഗം നടത്തുകയും മഹാദേവനെയും ഭഗവതിയും വിളിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നു. ആ ഭഗവതി അപ്പോൾ ദേഷ്യത്തോടു കൂടി വരികയും ഇവിടെ ആദ്യം യാഗം ചേരണമെന്ന രീതിയിൽ വരും. പക്ഷെ യാഗഭൂമിയിൽ വെച്ച് അപമാനിക്കപ്പെടുമ്പോൾ ദേഷ്യം വരികയും യാഗാഗ്നിയിലേക്ക് എടുത്തു ചാടി ആത്മാഹൂതി ചെയ്യുകയും ചെയ്യും. ഈ ആത്മാഹൂതിക്ക് ശേഷം പിന്നീട് സതീദേവി പിന്നീട് വീണ്ടും ശക്തി സ്വരൂപത്തിൽ, സതീദേവിയുടെ ദേഹത്യാഗത്തോടു കൂടി മഹാദേവൻ പൂർണ്ണമായും തന്റെ കർമ്മങ്ങൾ മറന്നൊരവസ്ഥയിലേക്ക് എത്താണ്. ഈശ്വരന്മാർക്ക് പോലും ഇത്തരത്തിലുള്ള അവസ്ഥകൾ ഉണ്ടാകുന്നു. അതായത് ഇനി എന്താണ് ചെയ്യേണ്ടതല്ല, തീവ്രമായ വേദനയിലാവാണ്, തീവ്രമായ ദുഃഖത്തിലേക്കാവാണ്, തന്റെ കർമ്മങ്ങൾ പോലും മറന്നു പോകുന്ന അവസ്ഥയിലെത്താണ്. സതീദേവിയുടെ ദേഹവും എടുത്ത് ആ വിരഹ വേദനയിൽ മഹാദേവൻ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. അപ്പൊ ഇത് കാണുമ്പോൾ മഹാവിഷ്ണുവിന്റെ ചിന്ത വരാണ്, ഇത് പാടില്ല, അവനവന്റെ കർമ്മങ്ങളെ മറന്നുകൊണ്ട് ഈ ദുഃഖത്തിന്റെ പേര് പറഞ്ഞ് അങ്ങനെ ഇരിക്കാൻ പാടില്ല. നിക്ഷിപ്തമായിട്ടുള്ള കർമ്മങ്ങൾ ഒരുപാടില്ലേ, അത് ചെയ്യണ്ടേ. അതുകൊണ്ട് മഹാവിഷ്ണു തന്റെ സുദർശന ചക്രം അയച്ച് സതീദേവിയുടെ ശരീരഭാഗത്തെ 51 കഷ്ണങ്ങളാക്കി ഭിന്ന ഭിന്നമാക്കിയപ്പോൾ 51 ശക്തിപീഠങ്ങളെ ഭവിച്ചതോടുകൂടി മഹാദേവൻ ആ ശരീരം നഷ്ടപ്പെട്ടതോടുകൂടി പിന്നീട് ആ വേദനയിൽ നിന്ന് മറ്റൊരു ഭാവത്തിലേക്ക്, ധ്യാനത്തിലേക്ക് പോകുന്നു. ഈ ധ്യാനത്തിൽ നിന്ന് മഹാദേവനെ പിന്നീട് നോക്കുവാൻ വേണ്ടി സതീദേവിയുടെ തിരിച്ചുവരവാണ് പാർവതിയായിട്ട്. അപ്പൊ നമുക്ക് എന്താണ് ഇത്, കൊട്ടിയൂർ യാത്രയിലൊക്കെ നമ്മൾ എപ്പോഴും പറയുന്നതാണ്. എന്നാലും എന്താണ് നമ്മൾ ഈ ഒരു ഐതിഹ്യത്തിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്, എന്താണ് നമുക്കുള്ളിലേക്ക് എടുക്കാനുള്ള, സതീദേവിയെയും മഹാദേവന്റെയും ഈ ഐതിഹ്യത്തിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാനുള്ളത് എന്ന് വെച്ചാൽ, സതീദേവിയുടെ ദേഹത്യാഗം, അതായത് നഷ്ടങ്ങൾ സംഭവിക്കുന്നത് ഒരു വിധിയെന്നോ അല്ലെങ്കിൽ എല്ലാവരുടെയും ജീവിതത്തിൽ എപ്പോഴും ഒരേപോലെ അല്ല കാര്യങ്ങൾ, പലതും അപ്രതീക്ഷിതമായി പലതും സംഭവിച്ചേക്കാം. പക്ഷെ ഇത്തരത്തിൽ ഒന്നിനെ നമ്മൾക്കൊരു നഷ്ടം സംഭവിച്ചു, അല്ലെങ്കിൽ നമുക്കൊരു വേദന സംഭവിച്ചു, ദുഃഖം സംഭവിച്ചു, ആ ദുഃഖം സംഭവിച്ചതോടുകൂടി പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. മഹാദേവൻ പോലും അതാണ് ചെയ്യുന്നത്. മഹാദേവൻ സതീദേവിയുടെ ദേഹവും എടുത്തുകൊണ്ട് ദുഃഖത്തോടു കൂടി സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മളും ആലോചിച്ച് നോക്കൂ, ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ട്രോമ ഉണ്ടായാൽ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം, ഒരു നിരാശ, എന്തെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കാത്തത്, നമ്മൾക്ക് താങ്ങാനാകാത്തതും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ പിന്നെ അതും ഹോൾഡ് ചെയ്താണ് നടക്കുക. എന്നെങ്കിലും ഒരിക്കൽ മഴ നനഞ്ഞിട്ട് തലവേദനയോ പനിയോ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെയുള്ള മഴയത്ത് മുഴുവൻ നമ്മൾ ആ പനിയെ ഹോൾഡ് ചെയ്യും. അയ്യോ, ഈ മഴ നനഞ്ഞാൽ എനിക്ക് പനി വരും, ഈ മഴ നനഞ്ഞാൽ എനിക്ക് തലവേദന വരും, വെയിൽ കൊണ്ടാൽ എനിക്ക് തലവേദന വരും. അങ്ങനെയല്ലേ? അപ്പോൾ ഈ ഐതിഹ്യങ്ങളെല്ലാം ഓരോ കാലത്തും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് ശരിക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടി തന്നെയാണ്. ഇതൊക്കെ അപ്ലൈ ചെയ്യപ്പെടണം എന്ന് തന്നെ തീരുമാനിച്ചുകൊണ്ടാണ് ഋഷിമാർ ഈ ഐതിഹ്യങ്ങൾ സൃഷ്ടിച്ചതും ഐതിഹ്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നതും അതിലൂടെ ആചാരങ്ങൾ ഉണ്ടാക്കിയെടുത്തതും. പരമമായ ലക്ഷ്യം ഒന്ന് മാത്രമുള്ളതാണ്, ഈ ജീവന്റെ സൗഭാഗ്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് ആ പരബ്രഹ്മത്തിന്റെ ഭാഗമാണ് ഞാനെന്ന് തിരിച്ചറിയാം. ദ്വൈതത്തിൽ നിന്ന്, രണ്ട് എന്ന ചിന്തയിൽ നിന്ന് ഒന്ന് എന്ന ചിന്തയിലേക്ക് ഉണരാൻ. അങ്ങനെ ഒന്ന് എന്ന ചിന്തയിലേക്ക് ഉണരുവാൻ വേണ്ടിയിട്ടുള്ളതാണ് ഓരോ ആചാരങ്ങൾ എന്ന് പറയുമ്പോൾ. അതിൽ നവരാത്രി വിശേഷമായ സാധനാ ഗുണത്തോടു കൂടി നിൽക്കുന്നു. വിശേഷമായ സാധനാ ഗുണത്തോടു കൂടിയിട്ടാണ് നവരാത്രി നിൽക്കുന്നത്. ഈ നവരാത്രിയുടെ ചൈതന്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട്, നവരാത്രിയുടെ ഊർജത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നമ്മൾ മഹാദേവന്റെ ഈ ഒരു പ്രത്യേകമായ ഭാവത്തെ, അല്ലെങ്കിൽ ദക്ഷപ്രജാപതിയുടെ യാഗം മുടങ്ങിയത് മുതൽ സതീദേവിയുടെ ദേഹത്യാഗം മുതൽ, സതീദേവിയുടെ ദേഹത്യാഗം തുടർന്ന് ദക്ഷപ്രജാപതിയുടെ യാഗം മുടങ്ങുന്നു. യാഗം മുടങ്ങി കഴിയുമ്പോൾ എല്ലാവരും കൂടി പറയുന്ന ഒരു യാഗമാണ് നടക്കുന്നത്, നല്ലതുകളൊക്കെ സംഭവിക്കേണ്ടതാണ് എന്ന് പറയുമ്പോൾ മഹാദേവൻ ആ തിരിച്ചറിവോടുകൂടി യാഗം പുനരാരംഭിക്കുവാനും പൂർത്തിയാക്കാനും വേണ്ടുള്ളതെല്ലാം ചെയ്യുന്നു. അത് കഴിഞ്ഞ് സതീദേവിയുടെ ദേഹവുമായി മഹാദേവൻ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു. മഹാവിഷ്ണു സുദർശനം അയക്കുന്നു. 51 ശക്തിപീഠങ്ങൾ ഉണ്ടായി വരുന്നു. അത് കഴിഞ്ഞ് മഹാദേവൻ ധ്യാനത്തിലാകും. ഇതുവരെ ഒരു ഘട്ടം എന്ന് പറയുമ്പോൾ, അടുത്ത ഘട്ടം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ ഈ ഹോൾഡ് ചെയ്തുകൊണ്ട് നടക്കുന്നത്, നമ്മൾ ഈ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരിക്കൽ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിനെയും ഹോൾഡ് ചെയ്തുകൊണ്ട് നമ്മളുടെ കർമ്മങ്ങളെ മറന്ന്, മുന്നോട്ടുള്ള നമ്മുടെ ജീവിതത്തെ മറന്ന്, നമ്മളിനി എന്താണ് ചെയ്യേണ്ടതെന്ന് മറന്ന്, ഒക്കെ മറന്ന് ഇത് മാത്രം ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നടക്കുന്ന ഒരവസ്ഥ. അങ്ങനെ ചെയ്യാറുണ്ടോ? നമ്മൾ ചെയ്യാറുണ്ട്, ചെയ്യാറില്ലേ?
ചെയ്യാറുണ്ട്. അങ്ങനെ ഹോൾഡ് ചെയ്താൽ നമ്മൾ എന്താണോ ചെയ്യേണ്ടത്, നമ്മുടെ പ്രവർത്തികൾ എന്താണോ ആ പ്രവർത്തികളിൽ നിന്ന് നമ്മൾ മാറിപ്പോവും. ഈ സമയത്ത് മഹാവിഷ്ണു സുദർശന ചക്രമാണ് അയക്കുന്നത്. സുദർശനം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? സുദർശനം തന്നെ, നല്ല കാഴ്ചപ്പാട്. അപ്പൊ നല്ല കാഴ്ചപ്പാടിന്റെ, നല്ല തോന്നലുകളുടെ, നല്ല പ്രതീക്ഷയുടെ, നല്ല പ്രതീകങ്ങളുടെ ആ സുദർശനം വന്ന് പതിക്കുമ്പോൾ നമ്മൾ എന്താണോ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്താണോ ഇല്ലാണ്ടായത് അത് ഇല്ലാണ്ടായത് തന്നെയാണ്. ഇല്ലാണ്ടായതുകളെ പുനഃസൃഷ്ടിക്കാനാകില്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ സൊല്യൂഷന്. നഷ്ടപ്പെട്ടതിനെ ഓർത്ത് നമ്മൾ വീണ്ടും വീണ്ടും ദുഃഖിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്, നഷ്ടപ്പെട്ടതുകളൊന്നും നമുക്ക് തിരിച്ചു പിടിക്കാനാവില്ല. നഷ്ടപ്പെട്ടതുകളെ തിരിച്ചു പിടിക്കാനാവില്ല. പിന്നെ എന്തിനാണ് ആ ടെൻഷൻ എടുക്കുന്നത്? നഷ്ടപ്പെട്ടത് തന്നെയാണ്. അപ്പൊ ആ സത്യത്തെ അംഗീകരിക്കുക. അതാണ് സുദർശന ചക്രത്തിലൂടെ മഹാവിഷ്ണു ചെയ്തത്. അപ്പൊ മഹാദേവൻ ആ സത്യത്തെ അംഗീകരിച്ചു. അതെ, നഷ്ടപ്പെട്ടത് തന്നെയാണ്, ഹോൾഡ് ചെയ്യേണ്ട കാര്യമില്ല. നഷ്ടപ്പെട്ടത് തന്നെ. പിന്നെ ഒരു ധ്യാനത്തിലും കൂടിയാണ്, കാലങ്ങളോളം നീണ്ടുനിന്ന ധ്യാനത്തിലും കൂടിയാണ് ആ വേദന കടന്നു വന്നത്. അപ്പൊ നമ്മളും അതുപോലെ തന്നെ അനാവശ്യമായതൊന്നും ഹോൾഡ് ചെയ്യാതിരിക്കുക. സുദർശനം കൊണ്ട്, നല്ല കാഴ്ചപ്പാടുകൾ കൊണ്ട് അതിനെയൊക്കെ പലതായി നുറുക്കി കളയുക. നഷ്ടപ്പെട്ടതൊന്നും തിരിച്ചു വരില്ല. അപ്പോൾ വീണ്ടും ഒരു വേദനയാണോ വരുന്നത്? അപ്പൊ എനിക്ക് നഷ്ടപ്പെട്ടതൊന്നും തിരിച്ചു വരില്ലേ? കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു എഫേർട്ട് ഇട്ടാൽ, കോൺസ്റ്റന്റ് ആയിട്ടുള്ള എഫേർട്ടിന് നമ്മൾ എന്താ പറയാ? സാധന എന്നോ തപസ്സെന്നോ പറയാൻ നമുക്ക്. നമ്മളുടെ എഫേർട്ട് കോൺസ്റ്റന്റ് ആയിട്ടുള്ളതാണെങ്കിൽ, നമ്മൾ നിരന്തരമായി ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ സതിക്ക് പാർവതിയായി തിരിച്ചു വരാൻ പറ്റും. നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു വരില്ല എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോയത് അതേ ഫോമിൽ തിരിച്ചു വരില്ല എന്നേ അർത്ഥമുള്ളൂ. അതിനേക്കാൾ മികച്ചതായി മറ്റൊന്നായി നമുക്ക് തിരിച്ചു വരാം. എന്താണോ നഷ്ടപ്പെട്ടത് അതേ ഫോമിൽ നമുക്ക് തിരിച്ചു കിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? എന്താണ് നമുക്ക് നഷ്ടപ്പെട്ടത് അതേ ഫോമിൽ നമുക്ക് തിരിച്ചു കിട്ടില്ല. പക്ഷേ നമ്മൾ ശ്രമിച്ചാൽ, നമ്മൾ നിരന്തരമായി തപസ്സനുഷ്ഠിച്ചുകൊണ്ടിരുന്നാൽ, ശ്രമിച്ചുകൊണ്ടേയിരുന്നാൽ ഒരു തിരിച്ചുവരവുണ്ടാവും. പക്ഷെ അത് പൂർവാധികം ശക്തിയായിരിക്കും. സതിയിൽ നിന്ന് എത്രയോ ശക്തിയോട് കൂടിയാണ് പാർവതി വരുന്നത്, അല്ലേ? സതിയെ ആരാണ് ഉപാസിക്കുന്നത്? സതിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ മഹാദേവന്റെ പത്നി എന്നുള്ള ഭാവത്തിൽ പറയുന്നു. പക്ഷെ ഭഗവതി എന്ന ഭാവത്തിൽ അധികം പറയാറില്ല, ഉപാസിക്കാറില്ല. ഉപാസിക്കുന്ന ആരെയാണ്? പാർവതിയെയാണ്. അപ്പൊ ആലോചിച്ച് നോക്കൂ, നമ്മളുടെ ഓരോ നഷ്ടങ്ങളിൽ നിന്നും നമ്മളെ സ്ഫുടം ചെയ്തെടുത്ത് മുകളിലേക്ക് വന്നാൽ അവിടെ നമ്മളുടെ ആ എനർജിയാണ് ഉണ്ടാവുക. അതാണ് പാർവതി. ആ പാർവതി ശൈലപുത്രിയായി നിന്ന് തപസ് ചെയ്ത് മഹാദേവന്റെ തപസ്സുണർത്തി മഹാദേവനിങ്കൽ പാതിയായി മാറുന്ന കാലമാണ് നവരാത്രി കാലം. അതാണ് ഈ 9 ദിവസങ്ങൾ. ഈ 9 ദിവസങ്ങൾ എന്തുകൊണ്ടാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്? വൈ നവരാത്രി? 9 ദിവസങ്ങൾ എന്തുകൊണ്ട് തിരഞ്ഞെടുത്തിരിക്കുന്നു? ആ 9 ദിവസങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. നവരാത്രി എന്നുള്ള വാക്കിന് നവം എന്നുള്ളതിന് പുതിയതായി തുടങ്ങുന്നത് എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. അപ്പൊ പുതുതായി തുടങ്ങുവാനുള്ള രാത്രി. എപ്പോഴും നവരാത്രി ആരംഭിക്കുന്ന എവിടെ നിന്നാണ്? അമാവാസി കഴിഞ്ഞ്. അമാവാസി കഴിഞ്ഞാൽ ആണ് തുടങ്ങുക. അപ്പോൾ ഒരു നോ മൂൺ ഡേയിൽ നിന്ന്, നോ മൂൺ ഡേ അല്ലെങ്കിൽ അമാവാസി എന്താണ് പറയുന്നത്? എല്ലാം പുതുതായി തുടങ്ങാൻ സമയമായിരിക്കുന്നു എന്നാണ് പറഞ്ഞു തരുന്നത്. എന്താണോ ഇരുട്ടായിരുന്നത്, എന്താണോ നഷ്ടമായത്, എന്താണോ ഇല്ലാതെയായത്, അവിടെ നിന്ന് നമുക്ക് പുതുതായി തുടങ്ങാൻ സമയമായിരിക്കുന്നു. അതാണ് പറഞ്ഞത്. അപ്പൊ ആ പുതുതായി തുടങ്ങലാണ് പ്രഥമ ദ്വിതീയ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആദ്യത്തെ ദിവസം മുതൽ നവരാത്രി ആരംഭിക്കും. ഈ 9 ദിവസങ്ങളിൽ, അതായത് ഒരു അമാവാസി കഴിഞ്ഞ് നോമൂൺ ഡേ മുതൽ പൗർണമി വരെയുള്ള ആ 16 ദിവസങ്ങളിൽ ഭഗവതി കാളിയിൽ നിന്ന് ഷോഡശിയിലേക്ക് സഞ്ചരിക്കുന്നു. മനസ്സിലായോ? ഭഗവതി കാളിയിൽ നിന്ന് ഷോഡശിയിലേക്ക് സഞ്ചരിക്കുകയാണ്. 16ാമത്തെ ദിവസം ഷോഡശിയായിട്ട് മാറുന്നു. തീവ്ര പ്രഭയോട് കൂടിയിട്ടുള്ള ശക്തി സ്വരൂപിണിയായിട്ട്, അല്ലെങ്കിൽ പൗർണമി തന്നെയായിട്ട് മാറുന്നു. അപ്പോൾ അമാവാസി കഴിഞ്ഞ അടുത്ത നാൾ മുതലുള്ള ആ സഞ്ചാരത്തിൽ ആദ്യത്തെ 9 നാളുകളിലാണ് സ്ത്രൈണ ഊർജം നിറഞ്ഞു നിൽക്കുന്നത്. അവിടെ നിന്ന് മെല്ലെ മെല്ലെ പുരുഷോർജത്തിലേക്ക് ഈ പ്രകൃതി സഞ്ചരിച്ചു തുടങ്ങും. അപ്പോൾ എല്ലാ അമാവാസി കഴിഞ്ഞും തൊട്ടടുത്ത നാൾ മുതൽ നവമി വരെയുള്ള നാളുകൾ എപ്പോഴും ശക്തിയെ പ്രദാനം ചെയ്യുന്നു. അപ്പൊ നമുക്ക് എത്ര നവരാത്രികൾ ഉണ്ടെന്നറിയോ? 12 നവരാത്രികൾ. എല്ലാ മാസവും ഉണ്ട് നവരാത്രി. എല്ലാ മാസത്തിലും നവരാത്രികൾക്ക് ഇതുപോലെ തന്നെ സ്ത്രൈണോർജമുണ്ട് താൻ, 9 ദിവസങ്ങൾ. പക്ഷെ വർഷത്തിൽ 4 കാലങ്ങളെ, ഋതുക്കൾക്കനുസരിച്ച് 4 കാലങ്ങളെ നമ്മൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നു. ആ 4 കാലങ്ങളിലൂടെ നമ്മൾ ശക്തിയെ അല്ലെങ്കിൽ ഊർജത്തെ മനസ്സിലാക്കുന്നു.
ആ 4 കാലങ്ങളുള്ളത് കൊണ്ടാണ് 4 നവരാത്രികൾ പ്രധാനമായിട്ട് നമ്മൾ ഉപാസിക്കുന്നത്. അതിൽ തന്നെ ശാരദ നവരാത്രി, ശാരദ എന്ന ഭഗവതി ജ്ഞാനത്തിന്റെ മൂർത്തിയാണ്. ശങ്കരാചാര്യർ തന്റെ ജ്ഞാനസ്വരൂപിണിയെ കണ്ടത് ശാരദാഭാവത്തിലാണ്, ശാരദാ സ്വരൂപത്തിലാണ്. അതുകൊണ്ടാണ് ശാരദാപീഠം എന്ന് വിശേഷിപ്പിക്കുന്നത്, അല്ലെ? ശാരദാപീഠം നമുക്ക് നിരവധി സ്ഥലങ്ങളിൽ കാണാം. ശ്രീരാമകൃഷ്ണ പരമഹംസർ ശാരദയിലാണ് തന്റെ ഭഗവതിയെ കണ്ടത്. അപ്പൊ അതുകൊണ്ട് ആ ശാരദയെ, ജ്ഞാനത്തിന്റെ ശാരദാ സ്വരൂപത്തെ നമ്മൾ അറിയുന്ന കാലം ശാരദാ നവരാത്രി എന്നും അറിയുന്നു, ശരത് നവരാത്രി എന്നും അറിയുന്നു. 2 തരത്തിലാണ്. അപ്പൊ ഈ നവരാത്രിയുടെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലായോ? വർഷത്തിൽ, മാസത്തിൽ എല്ലാ അമാവാസി കഴിഞ്ഞുമുള്ള അടുത്ത 9 നാളുകൾ നമുക്ക് നവരാത്രി കാലമാണ് ശരിക്കും. അതിൽ 4 കാലങ്ങൾ പ്രധാനപ്പെട്ടതായിട്ട് പറയുന്നു. അതിലും ഏറ്റവും പ്രധാനമായിട്ട് നമ്മളുടെ ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ വരുന്ന നവരാത്രി കാലം പറയും. അത് പൂജാതി കാര്യങ്ങൾ പ്രകടമായതുകൊണ്ടും അതിലെ ആഘോഷങ്ങൾ പ്രകടമാക്കാം എന്നുള്ളത് കൊണ്ടുമാണ്. അല്ലാതെയുള്ള 3 നവരാത്രികളിൽ ഒന്ന് താരാ നവരാത്രി എന്നാ പറയാ, പിന്നൊന്ന് മാതങ്കി നവരാത്രി, പിന്നൊന്ന് വാരാഹി നവരാത്രി, അങ്ങനെയാണ് അറിയപ്പെടുന്നത്. ഈ നവരാത്രി ശാരദ നവരാത്രി, ജ്ഞാനസ്വരൂപിണിയായ സരസ്വതിയെ ഉപാസിക്കുന്ന നവരാത്രി. അപ്പോൾ ആ നവരാത്രിയുടെ കാലങ്ങളെ അറിഞ്ഞുകൊണ്ടാണ് നമ്മളിപ്പോ നവരാത്രിയുടെ 1ാമത്തെ ദിവസം, പിന്നെ നമുക്ക് 2ാമത്തെ ദിവസം എന്താണ്, എങ്ങനെയൊക്കെയാണ് എന്നൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്. 2ാമത്തെ ദിവസത്തിൽ നമ്മൾ അറിയുന്ന മൂർത്തി. അപ്പൊ ഞാനിത് ഓരോ ദിവസവും കൂടുതലായിട്ട് അഡ്വാൻസ്ഡ് ആയിട്ട് പറഞ്ഞു തരാണ്. ഓരോ ദിവസവും ഇന്നത്തെ ദിവസം നാളെ ഉപാസിക്കേണ്ട മൂർത്തിയെ ഇന്ന് പറഞ്ഞു തരാണ്. അപ്പൊ നിങ്ങൾക്ക് ഉപാസന തനിയെ തന്നെ ചെയ്യാൻ സാധിക്കണം എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോ അങ്ങനെ ശാരദ നവരാത്രിയുടെ പ്രത്യേകതകൾ പറയുമ്പോൾ ഈ ഒരു കുണ്ടലിനി എന്ന ശക്തി കൂടി നമ്മളിലേക്ക് നമ്മളിലൂടെ സഞ്ചരിച്ചു പോകുന്ന കുണ്ടലിനി ശക്തിയെ കൂടി വ്യക്തമായിട്ട് അതിന്റെ സഞ്ചാരത്തെ കൂടിയാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ പറയുന്നത്. അപ്പൊ ഇനി ബ്രഹ്മചാരിണി എന്ന രൂപം എങ്ങനെയാണ്? ബ്രഹ്മചാരിണി, അപ്പോൾ പാർവതി ദേവി എല്ലാം തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ട് വീണ്ടും പർവ്വതപുത്രിയായി ജനിച്ചു. അപ്പൊ ശൈലപുത്രി എന്നുള്ളത് നമ്മളുടെ കോൺഫിഡൻസ് ആണെന്ന് പറഞ്ഞു. നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? 1ാം ദിവസം നമ്മൾ എങ്ങനെയാണ് വ്രതം അനുഷ്ഠിക്കേണ്ടത്? നമ്മളിലെ ആ കോൺഫിഡൻസ്, അചലമായി നിൽക്കുന്ന ഭക്തി, ചലിക്കുന്നതോ ഭയപ്പെടുന്നതോ അല്ലാത്ത ഭക്തിയിൽ ഉറക്കുക. അതാണ് 1ാമത്തെ നവരാത്രിയിൽ നമ്മൾ തീരുമാനിക്കേണ്ടത്. ബാക്കി എല്ലാ ഉപാസനകളോ പ്രാർത്ഥനകളോ വഴിപാടുകളോ പൂജകളോ ഒക്കെ നടന്നുകൊള്ളട്ടെ. പക്ഷെ നവരാത്രിയെ നമ്മളിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ 1ാമത്തെ ദിവസം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അചലമാകുക, ചലിക്കുന്നതാകരുത്, അചലമായിട്ട് നിൽക്കുക. എന്തു വന്നാലും നമ്മളുടെ ധാരണകൾ, നോളേജ് കൊണ്ട്, അറിവ് കൊണ്ട് നമുക്ക് വളർന്നുകൊണ്ടേയിരിക്കാം. ആ അറിവിൽ നിന്ന് നമുക്ക് ധാരണകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കാം. ഈ ചലിക്കുന്നത് അല്ലെങ്കിൽ ഭയം കൊണ്ട് ചലിച്ചു പോകുന്ന രീതിയിൽ അല്ലാതിരിക്കുക നമ്മളുടെ പ്രവർത്തികൾ. അഥവാ ധാരണകൾ മാറാം, മനസ്സിലായില്ലേ? പക്ഷെ പൂർണ്ണമായും ഭയത്താൽ വിറച്ചു പോകരുത്. ഭയം കൊണ്ടോ അല്ലെങ്കിൽ സംശയം കൊണ്ടോ എന്തെങ്കിലും പ്രതീക്ഷ കൊണ്ടോ ആദിവ്യാധികൾ ഒഴിവണം എന്നുള്ള ഒറ്റ വിചാരം കൊണ്ടോ ഒക്കെ മാത്രം എന്തെങ്കിലുമൊക്കെ ഒന്ന് മാത്രം ചിന്തിച്ചുകൊണ്ടായിരിക്കരുത് നമ്മളുടെ ഭഗവതിയുടെ ഉപാസന എന്നർത്ഥം, ഭഗവതിയിലേക്കുള്ള ഉപാസന എന്നർത്ഥം. നമുക്ക് വേണ്ടത് എന്ത് എന്നറിഞ്ഞു തരുന്ന ഭഗവതിയെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ആ അചലമായിട്ട് നിൽക്കുക. 1. 2, കാളി എന്താണ് നമ്മൾ പറഞ്ഞത്? കാലത്തെ ആളുന്ന ശക്തി, നമ്മളുടെ ടൈം, ആ സമയത്തെ ശരിയായ രീതിയിൽ വിനിയോഗിക്കുക. 2ാമത്തെ നാളിലേക്ക് വരുമ്പോൾ ബ്രഹ്മചാരിണിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ശൈലപുത്രി അചലമാണ് എന്ന് പറഞ്ഞ പോലെ ഇന്നത്തെ ദിവസം നമ്മൾ ആദ്യം പറഞ്ഞ വാക്ക് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു എഫേർട്ട് നമ്മൾ ഇടണം. എന്ത് കാര്യത്തിലും നമ്മളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നിരന്തരമായൊരു ശ്രമം ഇട്ടില്ല എങ്കിൽ അത് ഒരു വിജയത്തിലേക്ക് എത്തില്ല. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഒരു ഡോക്ടറാണെന്ന് വിചാരിക്കുക. നമ്മളൊരു ഡോക്ടറാണ്, അല്ലെങ്കിൽ നമ്മളൊരു ടീച്ചറാണ്, അല്ലെങ്കിൽ നമ്മളൊരു എന്താ പറയാ, ഏത് പ്രൊഫഷനിലും ആയിക്കോട്ടെ, ഒരു ചിത്രം വരയ്ക്കുന്ന ആളാണ്, അല്ലെങ്കിൽ പാട്ട് പാടുന്ന ആളാണ്, എങ്ങനെ കലാകാരിയാണ്, എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മളൊരു പ്രൊഫഷനിൽ നിൽക്കുന്ന ആളാണ്. പക്ഷെ നമ്മൾ പഠിച്ച കാലം, നമ്മളൊരു 20-30 വർഷം മുന്നേ പഠിച്ച കാര്യങ്ങളിലൂടെയാണ് നമ്മളൊരു പ്രൊഫഷനിലേക്ക് എത്തിയത്. പിന്നെ ആ പ്രൊഫഷനിൽ നമ്മളിങ്ങനെ അനുഭവങ്ങളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ നമ്മൾ ആ പ്രൊഫഷനിൽ നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നമ്മൾ എഫേർട്ടുകളൊന്നും ഇടുന്നില്ല. ഓക്കെ, നമ്മൾ കുറെ നാൾ പഠിച്ചത് കൊണ്ട് ഒരു പ്രൊഫഷൻ കിട്ടി, ആ പ്രൊഫഷനിൽ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. പിന്നെ അവിടെ എഫേർട്ടുകളൊന്നും ഇടുന്നില്ല എങ്കിൽ എന്തായിരിക്കും?
ഒരു അധ്യാപികയാണ് അത് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഒരു അധ്യാപിക, ഓക്കെ, പണ്ട് കാലത്ത് എപ്പോഴും TTC അല്ലെങ്കിൽ BEd പഠിച്ചു, അത് കഴിഞ്ഞപ്പോൾ ജോലി കിട്ടി, അധ്യാപികയായി, അതിൻ്റെ എല്ലാം പഠിച്ചതിൻ്റെ മാർക്കുള്ളത് കൊണ്ട് ജോലി കിട്ടി, അധ്യാപിക. പിന്നെ അവിടെ കഴിഞ്ഞു, പിന്നെ അധ്യാപികയായിട്ട് ഇങ്ങനെ ജോലി മാത്രം ചെയ്യാണ്. കൃത്യമായിട്ടൊരു സമയത്ത് സ്കൂളിൽ വരിക, ഓക്കെ, സിലബസ് ഇങ്ങനെ ഫോളോ ചെയ്യുക, പഠിപ്പിക്കേണ്ട പാഠങ്ങൾ നോക്കുക, അതങ്ങനെ വായിച്ച് പഠിപ്പിച്ച് പോവുക, കഴിഞ്ഞു, പിള്ളേർക്ക് പരീക്ഷയുടെ മാർക്കിടുക, അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ഈ പഠിച്ചു വെച്ചതിൽ ഈ അധ്യാപിക ഒരു കോൺസ്റ്റന്റ് എഫേർട്ട് ഇടുന്നില്ല എങ്കിൽ എങ്ങനെയായിരിക്കും ആ അധ്യാപിക? ആരാലെങ്കിലും അംഗീകരിക്കപ്പെടുമോ? ആ അധ്യാപിക പഠിപ്പിക്കുന്നതുകൊണ്ട് കുട്ടികൾക്ക് ഗുണമുണ്ടാവുമോ? ഇല്ല. അതുപോലെ തന്നെയാണ് ഒരു ഡോക്ടറും. 30 വർഷം മുമ്പ് ഞാൻ പഠിച്ചത് എന്തോ അതേ ഞാൻ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, അല്ലെ? കാലം മാറുന്നതിനനുസരിച്ച് അതിൽ എഫേർട്ട് ഇട്ടുകൊണ്ടേയിരിക്കണം. അതുപോലെ തന്നെ സംഗീതജ്ഞർ, ഞങ്ങൾ എങ്ങനെയാണോ പണ്ട് പാടിയത്, എങ്ങനെയാണോ പഠിച്ചത്, അതുപോലെ പാടുള്ളൂ. ഇപ്പോഴും ഞങ്ങൾ സ്റ്റേജിൽ വന്നാൽ അങ്ങനെ മൈക്ക്, ടെക്നോളജി ഒക്കെ മാറി. ഇത് അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരുന്നില്ലെങ്കിൽ എന്ത് പറ്റും? നമുക്ക് ഡിമാൻഡ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മളെ ആരും റെസ്പെക്ട് ചെയ്യില്ല, അല്ലെങ്കിൽ നമ്മളുടെ പ്രൊഫഷൻ ഒരു ആവശ്യമുള്ള, നമ്മൾ എന്തായിരുന്നാലും അതുകൊണ്ട് മറ്റുള്ളവർക്കാർക്കും പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലാത്ത, അല്ലെങ്കിൽ മറ്റുള്ളവർക്കാർക്കും അതുകൊണ്ടൊരു പ്രത്യേക താല്പര്യമില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ എത്തും, ഒരു കോൺസ്റ്റന്റ് എഫേർട്ട് ഇട്ടില്ലെങ്കിൽ. ഇനി നേരെ തിരിച്ച് റിലേഷൻഷിപ്പിൽ വരാം. രണ്ടുപേർ തമ്മിൽ പ്രണയത്തിലായി, വിവാഹം കഴിച്ചു. ഈ വിവാഹ ബന്ധത്തിൽ, ഓക്കെ, കല്യാണം പ്രണയിക്കുന്ന സമയത്ത് നല്ല എഫേർട്ട് ഇടും എല്ലാവരും, സ്വാഭാവികമായിട്ടും ഇടും. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ മുതൽ ആ എഫേർട്ട് ഇടല് നിർത്തും. ഒരു എഫേർട്ടും പിന്നെ ഇടലില്ല. ആ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള ടൈമോ അല്ലെങ്കിൽ പരസ്പരമുള്ള പങ്കുവെക്കലുകളോ എല്ലാം പതിയെ 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 ഇല്ലാതെയാകും. അതിന് പല 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 കാരണങ്ങൾ പറയും. എന്ത് പറ്റും ആ റിലേഷൻഷിപ്പില്? എന്താണ് സംഭവിക്കുക? ആ റിലേഷൻഷിപ്പിൽ ശക്തിയും ശിവനും ഉണ്ടാവുമോ? ഉണ്ടാവില്ല, അല്ലേ? അപ്പൊ കോൺസ്റ്റന്റ് എഫേർട്ട് നമ്മൾ എല്ലാത്തിലും, നമ്മുടെ ജോലിയിലായാലും നമ്മളുടെ ബന്ധങ്ങളിലായാലും എല്ലാം. ബന്ധങ്ങൾ ഞാൻ പറയുമ്പോൾ അതൊരു ഭാര്യാഭർത്തൃ ബന്ധം മാത്രമല്ല, സുഹൃത്ത് ബന്ധങ്ങളിൽ എഫേർട്ട് ഇടണം, അല്ലേ? സുഹൃത്താണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം അത് ആ സുഹൃത്ത് ബന്ധം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ ഒരു എഫേർട്ടും ഇടുന്നില്ലെങ്കിൽ ആ ബന്ധം അവിടെ ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അപ്പോൾ ആ സുഹൃത്ത് ബന്ധത്തിലായാലും, ഇനി നമ്മളുടെ വ്യക്തിത്വത്തിലാണെങ്കിലും, നമ്മുടെ വ്യക്തിത്വത്തിൽ നമ്മൾ എഫേർട്ട് ഇടണ്ടേ? നമ്മുടെ നോളജിന് നമ്മൾ എഫേർട്ട് ഇടണ്ടേ? ഈ എഫേർട്ടിനെയാണ് നമ്മൾ ബ്രഹ്മചാരിണി എന്ന് പറയുന്നത്. ബ്രഹ്മത്തിലേക്ക് ചരിക്കുന്നവൾ എന്നുള്ളതാണ് അർത്ഥം. അതായത് പരബ്രഹ്മത്തെ, എല്ലാം ഒന്ന് എന്നുള്ള പരബ്രഹ്മത്തിന്റെ സത്യത്തിലേക്ക് സഞ്ചരിക്കുവാൻ വേണ്ടിയിട്ട് തപസ്വിനി ആയവൾ എന്നാണ് അർത്ഥം. ആ തപസ്വിനിക്ക് നമുക്ക് പറയാവുന്ന മറ്റൊരു വാക്കാണ് എഫേർട്ട്. നിരന്തരമായ ശ്രമം, അതാണ് ബ്രഹ്മചാരിണി. ആ നിരന്തരമായ ശ്രമത്തിനാണ് ഫലം കാണുന്നത്. അതിനെ തന്നെയാണ് നമ്മൾ തപസ് എന്നും പറയുന്നത്. അപ്പം നമ്മളൊരു സ്പിരിച്വൽ ആയിട്ടുള്ള ആസ്പെക്ട്സിൽ മാത്രമല്ല ഇത് കാണുന്നത്. മഹാദേവനെ ഭർത്താവായി ലഭിക്കുവാൻ വേണ്ടി പാർവതി തപസ് ചെയ്തു. ഈ ഭർത്താവ് ഭാര്യ എന്നുള്ളത് തന്നെ, ശിവൻ പാർവതി എന്ന് പറയുമ്പോൾ ആ ഭർത്താവ് ഭാര്യ എന്നുള്ളത്, ആ ടുഗദർനെസ് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന അർത്ഥങ്ങളെക്കാളൊക്കെ ഡെപ്തിലുള്ളതാണ്. നമ്മൾ പറയുന്ന അർത്ഥങ്ങളെക്കാളൊക്കെ ഡെപ്തിലുള്ളതാണ്, അല്ലേ? അപ്പൊ ആ ടുഗദർനെസ് അത്രയും വാല്യൂബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എഫേർട്ട് ഇട്ടുകൊണ്ടേയിരിക്കണം. മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? അല്ലേ? സത്യമല്ലേ ഞാൻ പറയുന്നത്? അല്ലേ? ആ എഫേർട്ട് വേണ്ടേ? എങ്കിലല്ലേ അത് നന്നായി പോവുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ എഫേർട്ട് ഇടാത്തതെല്ലാം ശക്തിയും ശിവനും ഇല്ലാത്തതാണ്. ശിവനിൽ ശക്തി ഇല്ലെങ്കിൽ എന്താകും? ശവമാകും എന്ന് പറയുന്ന പോലെ, ഒന്നിൽ നമ്മൾ എഫേർട്ട് ഇട്ടില്ലെങ്കിൽ അത് ഡെഡ് ആണ്. ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ എഫേർട്ട് ഇടുന്നില്ലെങ്കിൽ അത് മരിച്ചു എന്നർത്ഥം. അതിൽ ശിവനെ കൊണ്ടുവരണമെങ്കിൽ, ശക്തിയെ കൊണ്ടുവരണമെങ്കിൽ എഫേർട്ട് ഇടണം. നമ്മുടെ കയ്യിലൊരു ചിത്രമുണ്ട്, ശിവനും പാർവതിയും. എന്താണ് നമ്മളുടെ ജോലിയിൽ, നമ്മളുടെ ബന്ധങ്ങളിൽ, നമ്മളുടെ ചിന്തകളിൽ, നമ്മളുടെ വ്യക്തിത്വത്തിലൊക്കെ നിറഞ്ഞിരിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ അത് ആ ചിത്രമാണ് പറഞ്ഞുതരാം. ഇതാണ്, നോക്കുക, ശിവനും പാർവതിയുമാണ്. ഇവർ തമ്മിലൊരു കോൺസ്റ്റന്റ് കമ്മ്യൂണിക്കേഷൻ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇവർ തമ്മിൽ ഈ കമ്മ്യൂണിക്കേഷനാണ് നമ്മളെ സദാസമയത്തിലും എനർജൈസ്ഡ് ആക്കിക്കൊണ്ടേയിരിക്കുന്നത്. സതിയിലും ശിവനിലും ഇല്ലാതിരുന്ന ആ കമ്മ്യൂണിക്കേഷൻ, സതിയിൽ നിന്ന് ഊർജത്തെ ഉൾക്കൊണ്ട് പുനർജീവിച്ചു വന്ന പാർവതി നിരന്തരമായ ശ്രമങ്ങളിലൂടെ, നിരന്തരമായ തപസ്സിലൂടെ, സാധനയിലൂടെ സാധിച്ചെടുക്കുന്നത് ഇതാണ്. ഇവരുടെ നിരന്തരമായ ചോദ്യവും ഉത്തരവും. ശക്തി ചോദിക്കുന്നു, ശിവൻ ഉത്തരം പറയുന്നു. ഇത് ശിവൻ പറയുമ്പോഴൊക്കെ പറയും, ഇത് ചെയ്യുന്നത് നീയാണെന്ന്.
ഇതെല്ലാം ചെയ്യുന്നത് നീയാണ് എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുകയും ചെയ്യും. അതാണ് ശിവനും പാർവതിയും. ഈ ശിവനും പാർവതിയും സദാ നമ്മളിൽ ഇങ്ങനെ കോൺവെർസേഷനിൽ ഇരിക്കുന്ന സമയത്ത് അവർ തമ്മിൽ ഉള്ള ആ കോൺവെർസേഷൻ നടന്നുകൊണ്ടേയിരുന്നാൽ നമ്മളിലെ എല്ലാ എഫേർട്ടുകളും കറക്റ്റായിട്ട്, ഈ എഫേർട്ട് നമ്മൾ ഇടുന്നത് എന്തിനാണ്? ഇവർ രണ്ടാളും ഒരുമിച്ച് ഇതിലേക്ക് വരാനാണ്. ഈ കോൺവെർസേഷനെയാണ് നമ്മൾ ശിവസൂത്ര എന്ന് വിശേഷിപ്പിക്കുന്നത്. പല ക്ഷേത്രങ്ങളിലും നമുക്ക് കാണാം. നമുക്ക് എവിടെയാണ് നമ്മൾ പൂരി ജഗന്നാഥത്തിൽ പോകുന്ന സമയത്ത് അവിടെ ലോകനാഥ ക്ഷേത്രമുണ്ട്. ലോകനാഥ ക്ഷേത്രത്തിൽ ഒരു വിശേഷമായ വിഗ്രഹമുണ്ട്. പാർവതിയും ശിവനും ഇങ്ങനെ അടുത്തടുത്തിരുന്ന് വളരെ വളരെ ഇങ്ങനെ തീവ്രമായ രീതിയിൽ കണ്ണുകളിലേക്ക് നോക്കി ഇങ്ങനെ അടുത്തേക്ക് ചെന്ന ആ ചിത്രത്തിലേക്ക് നോക്കിയാൽ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ എത്രമാത്രം ഈ ടുഗദർനെസ് എന്ന് പറയുന്നത് എത്ര ഡിവൈൻ ആണെന്നുള്ളൊരു ഫീലാണ് നമുക്ക് കിട്ടുക. അവിടെ ഇങ്ങനെ ശിവന്റെ കണ്ണുകളിലേക്ക് നോക്കിയിരിക്കുന്ന പാർവതിയുടെ കണ്ണുകളിലേക്ക് നോക്കിയിരിക്കുന്ന ശിവൻ, രണ്ടാളും ഇങ്ങനെ ചേർന്നിട്ടാണ് ഇരിക്കുന്നത്. ഈ നിരന്തരമായ സംഭാഷണം പാർവതി എന്തിനാണ് ചോദിക്കുന്നത് ശിവനോട്? നിരന്തരം പാർവതി ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്തിനാണ്? പാർവതിക്ക് ഉത്തരങ്ങൾ കിട്ടിയാൽ ആ ഉത്തരങ്ങളെ ഉടനെ തന്നെ സംപുടം ചെയ്ത് ഓരോ ജീവന്റെയും കുണ്ടലിനിയിൽ കൊണ്ടുവയ്ക്കും ശക്തിയായിട്ട്. ശിവനിൽ നിന്ന് കിട്ടുന്ന ഉത്തരങ്ങളെല്ലാം പാർവതി കൊണ്ടുവന്ന് നമ്മളിൽ ഗുപ്തമാക്കി വെക്കും കുണ്ടലിനി ശക്തി. എന്നിട്ട് നമ്മളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, ഉണർത്ത്, ശക്തിയെ ഉണർത്ത്, ഉണർത്ത്. ഇത് ആ ശക്തി തന്നെ ഇരുന്ന് ശിവനിലേക്ക് ചേരാൻ നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു സഞ്ചാരം മുകളിലേക്ക് നടത്തും. ആ മുകളിലേക്ക് നടത്തി അത് ശിവനിങ്കിലേക്ക് ചേരുന്ന സമയത്ത് ഈ ഉത്തരങ്ങളെല്ലാം, ആ ഉത്തരത്തിന്റെ എല്ലാം ഭാഗം, അതിന്റെ എല്ലാം ഗുപ്തഭാവത്തിലേക്ക് നമ്മളും ഒരു അംശമായി ചേരും. എത്ര മനോഹരമായിട്ടാണ് ഈ പ്രോസസ്സ് നടന്നുകൊണ്ടേയിരിക്കുന്നത് അല്ലേ? ഇതെല്ലാം ഇങ്ങനെ നിരന്തരം നടന്നുകൊണ്ടേയിരിക്കണം. അപ്പൊ നവരാത്രി കാലത്ത് ഇതിങ്ങനെയാണ്. ശക്തി പാർവതി ശൈലപുത്രിയായി ബ്രഹ്മചാരിണിയായ എഫേർട്ട് ഇട്ടുകൊണ്ടേയിരിക്കുകയാണ് അടുത്തടുത്തടുത്ത മാറ്റങ്ങളിലേക്ക്, മനസ്സിന്റെ, ചിന്തകളുടെ, ജീവിതത്തിന്റെ ഒക്കെ മാറ്റങ്ങളിലേക്ക്. അപ്പോൾ വർഷത്തിൽ 12 നവരാത്രികളുണ്ട്. ഈ എല്ലാ മാസവും ഇതുപോലെ നമുക്ക് ഉപാസനകൾ ചെയ്യാൻ പറ്റും. ഇതുപോലെ അടുപ്പത്തെ നമുക്കൊരു എന്താ പറയാ, വേറെ ഒരു ഉപാസനയും വേണ്ട, നമ്മൾ എഫേർട്ട് ഇടുക. ഒരു അമാവാസി കഴിഞ്ഞാൽ അടുത്ത ദിവസം മുതൽ 9 നാൾ നമ്മൾ എഫേർട്ട് ഇടുക. നമുക്ക് എന്താണ് പ്രശ്നം, എവിടെയാണ് പ്രശ്നം, എന്താണ് എന്നാലോചിച്ചിട്ട് ആ പ്രശ്നത്തിലേക്ക് നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു എഫേർട്ട് ഇടുക, സൊല്യൂഷൻ ആകുന്ന എഫേർട്ട് ഇടുക. അങ്ങനെയെങ്കിൽ ഓരോ നവരാത്രിയും നമുക്ക് ഇങ്ങനെ ശിവപാർവതിമാരിങ്ങനെ ചേർന്നിങ്ങനെ ഇരിക്കുന്ന നവരാത്രികളാവും. അവര് ചോദിക്കും, ഒരാൾ ചോദിക്കും, മറ്റൊരാൾ പറയും, പറഞ്ഞു കേൾക്കുന്ന ഉത്തരങ്ങളെല്ലാം മറ്റേയാൾ കൊണ്ടുവന്ന് രഹസ്യമായിട്ട് നമുക്ക് തരും. അമ്മയല്ലേ, മക്കൾക്ക് മുഴുവനും അതിന്റെ ഊർജത്തെ പകർന്നു തരും. ഇത് നവരാത്രി. ഈ നവരാത്രിയിൽ അപ്പോ ബ്രഹ്മചാരിണി എന്ന് പറയുന്നത് എത്ര വലിയ സങ്കല്പമാണെന്ന് മനസ്സിലായി. ബ്രഹ്മചാരിണിയുടെ രൂപം നമുക്കൊന്ന് കാണാം. ബ്രഹ്മചാരിണി വെളുത്ത വസ്ത്രം ധരിച്ച് കയ്യിൽ ജപമാലയും കമണ്ഡലവും. അതാണ് തപസ്വിനിയുടെ ഭാവമാണ് കമണ്ഡലു എന്ന് പറയുന്നത് അല്ലെ. തപസ്വികളല്ലേ, സന്യാസിമാരല്ലേ എപ്പോഴും കമണ്ഡല് കയ്യിൽ കരുത്, എപ്പോഴും ആവശ്യമുള്ള ജലം അതിൽ സൂക്ഷിക്കുന്നു. അത് മാത്രമല്ല, ആ കമണ്ഡല് സൂചിപ്പിക്കുന്നത് ഒരാൾ തപസ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന സിദ്ധികളെയാണ്. അഷ്ടസിദ്ധികൾ എന്ന് പറയില്ലേ, ശരീരം വലുതാക്കാൻ, ചെറുതാക്കാൻ ഒക്കെയുള്ള എല്ലാ സിദ്ധികളും ലഭിക്കുന്നത്, ആ ഊർജത്തെ സൂക്ഷിക്കുന്നത് ഈ കമണ്ഡലുവിൽ നിന്നാണ്. അതുകൊണ്ടാണ് പണ്ടൊക്കെ പറയില്ലേ, ജലം എടുത്ത് തളിച്ചിട്ട് ശപിക്കുക എന്ന് പറയില്ലേ, പണ്ട് മഹർഷിമാരിങ്ങനെ ജലം എടുത്ത് തളിച്ചിട്ടാണ് ശപിക്കുക എന്ന് പറയുന്നത്. ഈ അഷ്ടസിദ്ധികൾ അവർക്ക് ലഭിക്കുന്നത്, ആ തപസ്സിന്റെ ഊർജത്തെ സൂക്ഷിക്കുന്നത് ഈ കമണ്ഡലുവിലാണ്. അപ്പൊ ആ കമണ്ഡലുവും കയ്യിൽ ജപമാലയും പിടിച്ച് പൂർണ്ണമായും തപസ്വിനിയായിട്ടുള്ള പാർവതി, അതാണ് ബ്രഹ്മചാരിണി. ബ്രഹ്മത്തെ ഉണർത്തുന്ന ചര്യകളിൽ, ശീലങ്ങളിലുള്ളയാൾ. നമ്മളുണ്ടോ ആ ശീലങ്ങളിൽ? നമ്മളുണ്ടോ ആ ശീലങ്ങളിൽ? ഇല്ല എങ്കിൽ നവരാത്രിയുടെ 2ാം ദിവസം നമുക്ക് ആ ശീലത്തിലേക്ക് വരാനുള്ള ക്ഷണമാണ്. നവരാത്രിയുടെ ദിവസം നമ്മൾ ഭഗവതിയെ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണെന്നല്ലേ പറയാം. നമ്മുടെ വീട്ടിലേക്ക് ഭഗവതിയെ ക്ഷണിക്കുകയാണ്, ശരിയാണ്. നമ്മൾ ഭഗവതി രൂപത്തിൽ, നമ്മൾ അറിയുന്ന രൂപത്തിൽ, നമുക്ക് അറിയുന്ന പ്രാർത്ഥനകളിൽ ഒക്കെ പറഞ്ഞുകൊണ്ട് ഭഗവതിയെ ഇങ്ങോട്ട് ക്ഷണിക്കും. ശരിക്കും എന്താണ് ചെയ്യണമെന്നറിയോ? ഭഗവതിയാകുന്ന അന്നേ ദിവസത്തിന്റെ ഊർജത്തിലേക്ക് നമ്മളെ ക്ഷണിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ അങ്ങോട്ടും വിശിഷ്ട അതിഥികളായി ക്ഷണിക്കപ്പെടുന്നുണ്ട്. അപ്പൊ ഇനി നമ്മൾ താര എന്ന ശക്തിയിലേക്ക് വരുമ്പോൾ, താരാസ്വരൂപിണിയായ ഭഗവതിയിലേക്ക് വരുമ്പോൾ പിന്നെ എന്താണ് നമ്മൾ അറിയുന്നതാണ്? താരയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന എന്താണ്? താര 2ാമത്തെ ദിവസം ഉപാസിക്കുന്ന ഭഗവതി താര സർവ താരണകാരിണി, നമുക്ക് തരണം ചെയ്യുവാനുള്ള ശക്തിയാണ് താര.
നവരാത്രിയുടെ 2ാം നാളിന്റെ ഊർജ്ജത്തെക്കുറിച്ച് പറയുമ്പോൾ അത് കേട്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടി പറയാണ്. നമ്മളുടെ എല്ലാ നവരാത്രി കാലങ്ങളിലും വിശേഷമായി താരയെ ഉപാസിക്കാറുണ്ട്. എന്നാലും ഈ കേട്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി പറയാണ്, മഹാദേവൻ ഹലാഹല വിഷം പാനം ചെയ്ത് ആ വിഷത്താൽ അത് ഉള്ളിലേക്ക് ചെന്നാൽ മഹാദേവന് ദോഷം വരും, പുറത്തേക്ക് വന്നാൽ പ്രപഞ്ചത്തിന് ദോഷം വരും ഒരു പ്രത്യേക ഘട്ടത്തിൽ നിൽക്കുമ്പോൾ താര തന്നെ വന്ന് മഹാദേവന് മുലപ്പാൽ ഊട്ടുകയും അങ്ങനെ ആ മുലപ്പാലിലൂടെ അകത്തേക്ക് ചെന്ന വിഷം ഔഷധമായി പരിണമിക്കുകയും ചെയ്തു എന്നാണ്. അതാണ് ഏറ്റവും നല്ല ഔഷധം, ഏറ്റവും നല്ല മരുന്ന് ചെയ്യൽ അതാണ്. ലോങ് ടേം ആയിട്ടുള്ള പൊട്ടൻസിയേഷൻ അതാണ് നടന്നത്. അതാണ് താരയിലൂടെയാണ് അത് മഹാദേവനെങ്കിൽ നടന്നതെന്ന് പറയുമ്പോൾ ആ താരയാണ് ദശമഹാവിദ്യകളിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പോൾ ഒരേ സമയത്ത് നമ്മൾ എഫേർട്ട് ഇടണം എന്ന് പറയാണ്. അതായത് ബ്രഹ്മചാരിണിയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണ്? നമ്മളൊരു തപസ്സിലായിരിക്കണം. ആ തപസ് എന്ന് പറയുന്നത് ഈ നമ്മളെ എന്ത് കാര്യം വിചാരിച്ചാലും അതിൽ തപസ് അപ്ലൈ ചെയ്യാം. അത് നമ്മളുടെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട്, ഇപ്പൊ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണെങ്കിലും അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ജോലി എന്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും നമുക്ക് ആ എഫേർട്ട് ഇടാം. അല്ല ഇനി അതൊന്നുമല്ല, സ്പിരിച്വൽ ആയിട്ടുള്ള അവേക്കണിങ് അതിലേക്കാണെങ്കിലും നമുക്ക് ഈ എഫേർട്ട് ഇടാം. എന്ത് നമ്മൾ എഫേർട്ട് ഇട്ടാലും ആ എഫേർട്ടിലേക്ക് ബ്ലെസ്സിങ് ആയിട്ട് വരുന്നത് ശിവനും പാർവതിയും അല്ലെ, അച്ഛനും അമ്മയുമായിട്ട് അവരാണ് വരിക. അതാണ് ആ കോൺവെർസേഷൻ നടന്നുകൊണ്ടേയിരിക്കണം നിരന്തരമായിട്ട്. നമ്മളുടെ കോൺസ്റ്റന്റ് എഫേർട്ടിൽ സംഭവിക്കുന്ന എന്താണ്? കോൺസ്റ്റന്റ് കോൺവെർസേഷൻ. ആരുമായിട്ട്? ഭഗവാനും പാർവതിയുമായിട്ട്. മനോഹരമാണ് ആ കോൺവെർസേഷൻ. കേട്ട് പോയാൽ കേട്ടുകൊണ്ടേയിരിക്കാൻ തോന്നുന്ന ഒരു കോൺവെർസേഷൻ. അതിന്റെ അറ്റവും മൂലയും ഒക്കെ നമുക്ക് കേൾക്കാൻ പറ്റാറുള്ളൂ. അതിങ്ങനെ വളരെ സൂക്ഷിച്ചിരുന്നാൽ മാത്രം കേൾക്കാൻ പറ്റും. പക്ഷെ ആ കോൺവെർസേഷൻ സംഭവിക്കുമ്പോൾ കോൺവെർസേഷൻ സംഭവിക്കണമെങ്കിൽ നമ്മൾ ആ തപസ്സിൽ ഉണ്ടാവണം. ആ തപസ്സിൽ ഉണ്ടാവണമെന്ന് മാത്രമല്ല, താര എന്ന ശക്തിയെ നമ്മൾ അറിയണം. എന്ത് ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് തരണം ചെയ്യാനുള്ള ശക്തി നമ്മളിൽ തന്നെ ഉണ്ട് എന്നറിയാം. അവിടെയാണ് താര നിലകൊള്ളുന്നത്. എന്തും തരണം ചെയ്യാനുള്ള ശക്തിയായി താര. മഹാദേവന് പോലും ആ വിഷം എന്ന ഘട്ടത്തെ തരണം ചെയ്യുവാനായിട്ട്, എന്നിട്ട് ശ്രീനീലകണ്ഠനായി മാറാനായിട്ടുള്ള അനുഗ്രഹങ്ങൾ നൽകിയത് താരയാണ് എന്ന് പറയുമ്പോൾ, ആ മുലപ്പാല് സകലവിധ വിഷങ്ങളെയും ഇല്ലാണ്ടാക്കാൻ കെൽപ്പുള്ളതാണ് എന്ന് പറയുമ്പോൾ, ആ മാതൃസ്വരൂപിണി ജ്ഞാനപ്പാലാണ് നമുക്ക് നൽകുന്നതെന്ന് മനസ്സിലാകുമ്പോൾ നമ്മളും ആ മടിയിലങ്ങ് കിടക്കും. 2ാമത്തെ നാൾ അത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ബ്രഹ്മചാരിണിയായിട്ട് നമ്മൾ നമ്മളുടെ തപസ്സിനെ ഉണർത്തിക്കൊണ്ട്, ആ തപസ്സിനെ ഉണർത്തി നമ്മളെ സർവ്വതും തരണം ചെയ്യാനുള്ള ശക്തി നൽകാനായിട്ട് ആ മടിയിലൊരു കുഞ്ഞായിട്ട് അങ്ങ് കിടക്കുകയാണ് വേണ്ടത്. താരയുടെ മടിയിൽ, താരാസ്വരൂപിണിയുടെ, താരണകാരിണിയുടെ. അപ്പൊ അതാണ് ഈ 2ാമത്തെ ദിവസത്തിന്റെ അനുഭവം. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇതാണ് താര. താരാ ഭഗവതിയുടെ ഈ ചിത്രം ഇനി ഏതൊക്കെ ചിത്രങ്ങൾ കണ്ടാലും, അതായത് നമ്മളിപ്പോൾ വജ്രായന ബുദ്ധിസത്തിലെ വേറൊരു ചിത്രമാണ്, ബുദ്ധസങ്കല്പങ്ങളിൽ വേറെയാണ്, തിബറ്റിൽ പോകുമ്പോൾ വജ്രവാരാഹി എന്നൊക്കെ പേരിൽ പല പേരിലൊക്കെ പറഞ്ഞാലും താര ഇങ്ങനെയാണ്. താരയെ ഇങ്ങനെ കാണുമ്പോഴാണ് മനസ്സിൽ എല്ലാത്തിനും എന്താണ് താര എന്ന് പറയുന്നതിന് പകരം, താര എന്താണ്, താരാമ്മ ആരാണ് എന്നൊക്കെ പല വാക്കുകളിൽ വിശദീകരിച്ച് കൊടുക്കുന്നതിന് പകരം ഈ ഒരൊറ്റ ചിത്രം അങ്ങ് കൊടുത്താൽ മതി. ഇതാ താര, മഹാദേവന് പാലൂട്ടുന്ന താര. ഈ താരയാണ് ദശമഹാവിദ്യകളിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പൊ നവരാത്രി കാലം നമുക്ക് നൽകുന്നത് ഇമ്മൻസ്, എന്തൊരു അതീവമായ തീവ്രമായ ശക്തി തന്നെയാണ്. അമ്മയുടെ ശക്തി, ഭഗവതിയുടെ ശക്തി, ദേവീ ശക്തി അത് തന്നെയാണ്. അപ്പൊ ഈ പ്രകൃതിയും ചന്ദ്രനും മനസ്സും എല്ലാം ആ സ്ത്രൈണതയിൽ നിറഞ്ഞു നിൽക്കുന്ന കാലമാണ് നവരാത്രി. അതിൽ ശാരദയെ ഉപാസിക്കുമ്പോൾ അത് ശാരദാ നവരാത്രിയെ മാറും. അപ്പൊ 2 ദേവതമാരെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചു, മനസ്സിലാക്കാൻ സാധിച്ചു.